സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ആക്ച്വലി ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ മോർണിംഗ് 2:17 2:15 നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് നമ്മളുടെ ഡ്രീംസ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ വിഷൻ, നമ്മളുടെ ഗോൾ, നമ്മളുടെ ഉറക്കം കളയണം അല്ലെന്നുണ്ടെങ്കിൽ ഉറക്കം കളയുന്നതായിരിക്കണം എന്ന് കേട്ടിട്ടുണ്ട്. ആക്ച്വലി ഞാനത് പല സ്ഥലത്തും കേട്ടിട്ടുള്ളതല്ലാതെ എനിക്ക് അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. പക്ഷെ ആക്ച്വലി ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉറക്കളച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെയിം റീസൺ ആണ്. നമ്മുടെ ആ ഒരു ഗോളിന് വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഡ്രീമിന് വേണ്ടിയിട്ടോ നമുക്ക് വർക്ക് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാനോ നമുക്ക് അതിന് വേണ്ട എഫേർട്ട് ഇടാനോ യാതൊരു മടിയുമില്ല. ഡേയോ നൈറ്റോ അങ്ങനെ ഒരു കമ്പാരിസൺ ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ആക്ച്വലി റെഡിയാണ്. ഞാനും എന്റെ ഫൗണ്ടേഴ്സും എല്ലാം ആക്ച്വലി ഇപ്പൊ ആ ഒരു സ്റ്റേജിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്റ്റാർട്ടപ്സിനെ പറ്റിയിട്ട് തന്നെയാണ്. നിങ്ങൾക്കും ഒരു വലിയൊരു ഇൻസൈറ്റ് തരാനായിട്ടാണ് ആക്ച്വലി ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും ബിസിനസ് തുടങ്ങേണ്ടത് ഒറ്റൊരു റീസൺ വേണ്ടിയിട്ടാണ്. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഇപ്പോഴത്തെ ജൻസിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും ബിസിനസ് ചെയ്യേണ്ടത് ഒറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ആ ഒരു കാരണം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ടു ഗെറ്റ് റിച്ച്. അങ്ങനെ ആ ഒരു റീസൺ ആണ്. ബാക്കിയുള്ളവരെക്കാട്ടിലും ഒരു നല്ലൊരു കാർ വാങ്ങിക്കുക, ഒരു ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഒരു ആഗ്രഹമാണ് പല ആളുകൾക്കും. ഞാൻ വലിയൊരു പുണ്യാളനാണെന്ന് ഞാൻ എങ്ങും പറയുന്നില്ല. എന്റെയും കുറേ ആഗ്രഹങ്ങളുണ്ട്. ഇങ്ങനത്തെ എന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എന്നെ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. സോ ഈ ഒരു ആഗ്രഹങ്ങളെല്ലാം എനിക്ക് ചേസ് ചെയ്യണം. അപ്പോൾ അത് ചേസ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എന്താണോ ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ടേം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിൽ പല ആളുകൾക്കും ഉള്ള ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക, സ്വന്തമായിട്ടൊരു ബിസിനസ് റൺ ചെയ്യുക, സ്വന്തമായിട്ടൊരു റവന്യൂ സോഴ്സ് ഉണ്ടാക്കുക. ഇതിനെ പറ്റിയിട്ടാണ് ആക്ച്വലി നമ്മൾ നമ്മുടെ ചാനലിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ടത്, അതുപോലെ നിങ്ങളുടെ ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യണം, നിങ്ങൾ എന്ത് സ്കില്ല് പഠിക്കണം, അങ്ങനെ എന്തൊക്കെ സ്കിൽസ് ഉണ്ട്, ആ സ്കിൽ എങ്ങനെ പഠിക്കാം, ആ സ്കില്ലിനെ പറ്റി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരുപാട് ഇൻസൈറ്റ് നിറഞ്ഞ കാര്യങ്ങളാണ് ആക്ച്വലി ഈ ഒരു വീഡിയോയിൽ തരുന്നത്. ഐ മീൻ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യും. എന്റെ ലൈഫിൽ നടക്കുന്ന വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾ, ഷൂട്ട് റിലേറ്റഡ് കാര്യങ്ങൾ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. സോ ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത ഒരു ഇൻസൈറ്റ് ആയിരിക്കും. കിട്ടിയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് ആയിരിക്കും. മുമ്പ് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ബിസിനസ് തുടങ്ങണം. എന്തിനു വേണ്ടിയിട്ട്? റിച്ച് ആവാൻ. പക്ഷെ ഒരു പോയിന്റ് ഓഫ് ടൈം ഉണ്ട്. അതായത് ഒരു പോയിന്റ് ഓഫ് ലെവൽ ഉണ്ട്. ആ ലെവലിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ബിസിനസ്സിലോട്ട് ഇറങ്ങിയ ആൾക്കാർക്ക്, അവരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ബിസിനസ് കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ബിസിനസ് മോഡൽ വെച്ചിട്ട് ഞാൻ ഒരിക്കലും റിച്ച് ആവാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു 60 lakhs ഒരു കാറെങ്കിലും ഞാൻ വാങ്ങിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഞാൻ ഈ പറയുന്നത് നിങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള പല ഇൻഫ്ലുവൻസേഴ്സിനെ നോക്കിയിട്ടാണ് നിങ്ങൾ കോപ്പി ചെയ്യാനാണ് പാതി ആൾക്കാർ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ എന്റെ വീഡിയോസ് കാണുന്ന കണ്ടിന്യൂസ് ആയിട്ട് വ്യൂവേഴ്സ് ഇപ്പോഴും ഉണ്ട്. ഇതിനകത്ത് പാതി ആൾക്കാരും ഇപ്പൊ ഞാനൊരു മാർക്കറ്റിംഗ് ഏജൻസി റൺ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവർക്കെല്ലാം ആഗ്രഹം എങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഏജൻസി തുടങ്ങാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങാൻ പോകുന്നതിനെ പറ്റി സംസാരിച്ച സമയത്ത് എങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങാം, എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം, എല്ലാവരും അതിന്റെ പുറകെ ഓടാൻ തുടങ്ങി. അതായത് അവർക്ക് അവരുടെ പാഷൻ അല്ല പ്രശ്നം, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി അറിയോ അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ തുടങ്ങാം, അവർക്ക് റിസോഴ്സ് അല്ല പ്രശ്നം. അവർക്ക് അവരുടെ ഫ്രണ്ടിലുള്ള ഒരാള്, അതായത് അവരുടെ മൊബൈലിന് അപ്പുറത്തിരുന്ന ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു, അത് അവർക്ക് ചെയ്യണം. ഇപ്പോൾ എന്നെ കൊണ്ടത് മുന്നോട്ട് റൺ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്കില്ല് ആയതുകൊണ്ടാണ് ഞാൻ മേ ബി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെലക്ട് ചെയ്തത്. ഞാൻ ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തിനാണ് സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ മാർക്കറ്റിംഗ് എന്താണെന്ന് ശരിക്കറിയാനും ഞാൻ ഫ്യൂച്ചറിൽ എന്തായാലും സ്റ്റാർട്ടപ്സ് ആണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത് എനിക്ക് 8th ക്ലാസ് തൊട്ട്, അതായത് അറൌണ്ട് 2018 തൊട്ട് എന്റെ ഉള്ളിലുണ്ട്. ഞാനൊരു സ്റ്റാർട്ടപ്പ് ആണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്നുള്ള കാര്യമുണ്ട്. സോ അതിനൊക്കെ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് പഠിക്കാനും ഒക്കെ ആയിട്ടാണ് ഞാൻ എൻ്റെ ഒരു കരിയറിൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്യുന്നത്. ഇനിഷ്യൽ ടൈമിൽ ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് ആയിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്, എങ്ങനെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് മാർക്കറ്റിംഗിലോട്ട് വരണം തോന്നി, മാർക്കറ്റിംഗ് പഠിക്കാനായിട്ട്. അങ്ങനെയാണ് ഞാൻ മാർക്കറ്റിംഗിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മാർക്കറ്റിംഗിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ എന്തായാലും നിർത്താൻ പോകുന്നില്ല. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനീസിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് ഞാൻ ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സോ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യത്തിനകത്ത് വെറുതെ ചെന്ന് അയാൾ അത് ചെയ്തു അല്ലെന്നുണ്ടെങ്കിൽ ഇമാൻ ഗാഡ്സി അങ്ങനെ പറഞ്ഞു, അങ്ങനത്തെ മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മണ്ടത്തരങ്ങൾ അക്വയർ ചെയ്തുകൊണ്ട് മൈൻഡിലേക്ക് കയറ്റിയിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള റോങ് ഡിസിഷൻസ് എടുക്കാതിരിക്കുക. അതേപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു പോയിന്റ് ഓഫ് ടൈം ഉണ്ട്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ബിസിനസ് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഏജൻസി, വെബ് ഡെവലപ്മെന്റ് ഏജൻസി, ട്രേഡിംഗ് ഒക്കെ ആക്ച്വലി നിങ്ങൾക്ക് റിച്ച് ആവാം. പക്ഷെ അതൊരു വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നവർക്കൊന്നും അവിടെ സക്സസ് ആവാൻ പറ്റില്ല. അവിടെ ഒരു സ്കിൽ എന്ന് ആക്ച്വലി ഞാൻ അതിനെ വിളിക്കുന്നത്.
പഠിക്കുന്നില്ല. അവിടെ ഒരു കൈൻഡ് ഓഫ് സ്കില്ല് തന്നെയാണ്, പക്ഷെ അവിടെ പേഷ്യൻസ് ആണ് അവിടെ മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ല സ്കില്ലല്ല അവിടെ മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കി, ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ലൊരു ടൈമിൽ ഞാൻ അവിടെയും സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യമാണ്, അതായത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ബിസിനസ്സും പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ബിസിനസ്സും SEO ചെയ്യുന്ന ഒരു ഏജൻസിയോ ബിസിനസ്സുകളോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കമ്പനിയോ, ഇങ്ങനെയുള്ള കുറച്ച് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് കമ്പനീസ് ഉണ്ട്, അതായത് ഒരു കൈൻഡ് ഓഫ് നീഷസ് ഉണ്ട്. ഇതൊക്കെ തുടങ്ങി കഴിഞ്ഞവർക്കറിയാം ഈ ഒരു ബിസിനസ് മോഡൽ വെച്ചിട്ട് ഞാൻ ഒരിക്കലും റിച്ച് ആവാൻ പോകുന്നില്ല എന്നുള്ള കാര്യം. നിങ്ങളിൽ പല ആളുകളും സോഷ്യൽ മീഡിയാസിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി റൺ ചെയ്തിട്ട് പല കോവർക്കിംഗ് സ്പേസുകൾ, അതായത് ലക്ഷറിയസ് ആയിട്ടുള്ള ഭയങ്കര ഇന്റീരിയർ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ള കോവർക്കിംഗ് സ്പേസുകൾ അവരുടെ ടീം റൺ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം. ആൻഡ് അവരുടെ സാലറി നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അതിന്റെ അവരുടെ CEO എന്ന് പേരിട്ടിട്ടിരിക്കുന്ന അവന്റെ സാലറി നിങ്ങൾ എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? 5 lakh, 10 lakh അല്ലെന്നുണ്ടെങ്കിൽ 20 lakh, അറ്റ്ലീസ്റ്റ് 2 lakh നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്നുണ്ടെങ്കിൽ അത് വെറും പ്രതീക്ഷകളും മാത്രമാണ്. അത്രയും പോലും അതിന്റെ CEOന് കിട്ടുന്നില്ല. കാരണം അവർ ഓൾറെഡി റിയലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ റിയലൈസ് ചെയ്തിട്ട് പിന്നീട് ചിലപ്പോൾ അവർ മാറുമായിരിക്കും, വേറെ എന്തെങ്കിലും ബിസിനസ് മോഡലിലേക്ക് മാറുമായിരിക്കും. പക്ഷെ അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ് മോഡൽ വെച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ബിസിനസ് മോഡൽ വെച്ച് നിങ്ങൾ ഒരിക്കലും റിച്ച് ആവാൻ പോകുന്നില്ല. ഇമാൻ ഗാഡ്സി ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെച്ച് റിച്ച് ആയി. അത് പുള്ളി സ്റ്റാർട്ട് ചെയ്തത് 2012 ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് നമുക്ക് അറിയാതിരുന്ന കാലത്ത്. ഇപ്പൊ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി സ്റ്റാർട്ട് ചെയ്ത് ഇമാൻ ഗാഡ്സിയെ പോലെ ആയ ഒരാളെ നിങ്ങളൊന്ന് കാണിച്ചതാ. ഞാൻ അന്ന് ഈ പരിപാടി നിർത്താം. ഈ ഒരു ഇയറയില് ഇമാൻ ഗാഡ്സിയുടെ കൂട്ടായ ഒരാളെ കാണിച്ചതാ. ദുബായില് 40 crores ഒരു വില്ലയും റോൾസ് റോയ്സും പോർഷയൊക്കെ വാങ്ങിച്ച ഒരാളെ നിങ്ങൾ കാണിച്ചതാ. ഈ ഒരു ഇയറയില് 2025 24 അങ്ങനെയില്ല, കോമ്പറ്റീഷൻ മാറി. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു കമ്പാരിസൺ ആണ്. അതായത് ഇതൊന്നും വർക്ക്ഔട്ട് ആവാൻ പോണില്ല എന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു ടൈം വരും ആക്ച്വലി. അപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് റിച്ച് ആവാൻ പറ്റുക? യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ ഫ്യൂച്ചർ. യു ഹാവ് ടു ബിൽഡ് ഫ്യൂച്ചർ. യു ഡോണ്ട് ഹാവ് ടു ഫോക്കസ് ഓൺ ദ ഫ്യൂച്ചർ, ബട്ട് യു ഹാവ് ടു ബിൽഡ് ദ ഫ്യൂച്ചർ. വളരെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയാം. എന്താണ് സ്റ്റാർട്ടപ്സ് എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുന്നില്ല, പക്ഷെ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം. 2014 സ്വിഗ്ഗി എന്ന് പറയുന്ന ആപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർ അർബൻ കൺസ്യൂമേഴ്സിനെ ഫോക്കസ് ചെയ്ത് ഫുഡ് ഡെലിവറി ചെയ്യാൻ തീരുമാനിച്ച ഒരു സമയമാണ് 2014. അവര് ഒരു $1 billion കമ്പനി ആവുന്നത് ഈ ഒരു ഐ തിങ്ക് ഒരു 5 to 6 yearsനകത്താണ്. അതായത് ഈ കോവിഡ് ഒക്കെ വന്ന സമയത്താണ് നമ്മൾ ഇവല്യൂഷണറി ആയി, നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി, നമ്മളും ഈ ഒരു ടെക്കിലോട്ട് വന്നത്. അപ്പോ അവർ അന്ന് 2014 ആരും അങ്ങനെ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാതിരുന്ന സമയത്ത് ചിന്തിച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ് പ്രൊജക്ട് ആണ് സ്വിഗ്ഗി എന്ന് പറയുന്നത്. സോ അവര് ഫ്യൂച്ചറിനെ പറ്റിയാണ് ചിന്തിച്ചത്, ഫ്യൂച്ചറിലേക്കാണ് പ്രൊഡക്റ്റിനെ അവർ കൊണ്ടെത്തിച്ചത്. ഫ്യൂച്ചറിൽ ഇത് വർക്ക്ഔട്ട് ആവും. ആ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ആരും പറഞ്ഞു തരത്തില്ല. എനിക്ക് അറിഞ്ഞുകൂടി ഇത് യൂട്യൂബിൽ ആരെങ്കിലും, നമ്മുടെ കേരളത്തിലായാലും പറഞ്ഞു തരുമോ എന്നുള്ള കാര്യം. കേരളത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ഒരുമാതിരി 4, 5, 6, 7 ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വെറും പട്ടി ഷോ ആണ്. ഞാൻ പേര് ഒരിക്കലും എടുത്ത് പറയത്തില്ല. ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, ആരെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നതിന്റെ അത്രയും സ്വന്തം കമ്പനിയിൽ നിന്നുള്ള പ്രോഫിറ്റ് ഒന്നും ഇല്ല. അതൊക്കെ ആക്ച്വലി നിങ്ങളും ഈ ഒരു ഫീൽഡിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ശരിയാണല്ലോ എന്നുള്ള ഒരു കാര്യം. ട്രേഡിങ്ങിലും ഒക്കെ വലിയ ഫേമസ് ആയിട്ടുള്ള കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇവരൊന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ റിച്ച് അല്ല. അവരെ ചിലപ്പോൾ BMW കാണും. ദേ ആർ നോട്ട് റിച്ച് മാൻ. അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആൾക്കാർ ഉറപ്പായിട്ടും കാണും. സോ ഞാൻ പറയുന്നത് യു ഹാവ് ടു ബിൽഡ് ഫ്യൂച്ചർ ടു ബിക്കം എ മില്യണയർ. അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. എങ്ങനെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രോപ്പ് എ കമന്റ് ബിലോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. സോ ഇതാണ് ഇന്നത്തെ ഇൻസൈറ്റ് തരാനുള്ളത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നും റിച്ച് ആവാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ തുറന്നു പറയുകയാണ്, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പ്രോഗ്രാം റൺ ചെയ്യുന്ന ഒരാളാണ്. ഒരു കോഴ്സ് പോലെ ഒരു 14 days പ്രോഗ്രാം റൺ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇത് പറയുന്നതുകൊണ്ട് എന്റെ കോഴ്സിനാണ് ആക്ച്വലി ഡൗൺ വരാൻ പോകുന്നത്. എനിക്ക് സെയിൽസ് കുറഞ്ഞേക്കാം, പക്ഷെ ഞാൻ ട്രൂത്ത് ആണ് പറയുന്നത്. ഇങ്ങനെയുള്ള കുറെ സ്കില്ലുകളുണ്ട്. ഇത് നിങ്ങളെ മില്യണയറോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഫൈനാൻഷ്യൽ ഫ്രീ ഒന്നും ആക്കാനായിട്ട് പോണില്ല. നിങ്ങൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോണില്ല. നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ വരുത്തും. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം സ്റ്റേബിൾ ആയിട്ട് പോകും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ലൈഫ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരണം, സ്റ്റാർട്ടപ്സിന്റെ ഫീൽഡിലേക്ക് വരണം. ഇനിഷ്യലി നമുക്ക് വേണ്ട കുറെ ഏരിയാസ് ഉണ്ട്, അതൊക്കെ കവർ ചെയ്യാനും അതൊക്കെ പഠിക്കാനും. ഇപ്പൊ ഞാൻ ചെയ്തുപോലെ മാർക്കറ്റിംഗിലേക്ക് വരിക, കുറച്ചാൾ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുക, കുറച്ചാൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ വർക്ക് ചെയ്യുക, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ഒരു തോട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് or whatever the stuff you want. But പറഞ്ഞു വരുന്നത് യു ഹാവ് ടു ബിൽഡ് ഫ്യൂച്ചർ ടു ബിക്കം എ മില്യണയർ. That's it. Peace.